विचक्षणाभ्याम् अनन्यभक्तैरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः प्रेमिकपादुकाभ्याम्। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। മൂന്നാമത്തെ സ്കന്ധത്തിൽ 3 വിഷയങ്ങൾ ജയിക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നു. ഏതാണ് 3 ശത്രുക്കൾ? കാമം, ക്രോധം, ലോഭം. നരകത്തിലേക്ക് പോകാനുള്ള വഴി ഈ 3 എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമ ക്രോധ തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. ഈ കാമക്രോധ ലോഭങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സങ്കടമാണ് ഈ 3ാമത്തെ സ്കന്ധത്തിൽ കാണിച്ചു തരുന്നത്. കാമം കൊണ്ട് നമുക്ക് എന്തുണ്ടാവും ചോദിച്ചാൽ കാമേന കർമ്മനാശസ്യ. സാധാരണ ഏത് കർമ്മങ്ങളും നമ്മൾ ഭഗവാനായിട്ട് അർപ്പിക്കുമ്പോൾ അത് ശുദ്ധമാവും, അത് അനന്തഫലത്തെ കൊടുക്കും. അത് ഭഗവാനക്ക് അർപ്പിക്കാതെ നമ്മുടെ ഫലം പരീക്ഷിക്കുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം നശിക്കും, കാരണം നശ്വര ഫലമായി തീരും. പിന്നെ കർമ്മങ്ങൾ കാമം കൊണ്ട് നശിക്കും. അതിന് ഉദാഹരണം ഇവിടെ കാണുന്നുണ്ട്. കശ്യപൻ അഗ്നിഹോത്രശാലയിലിരിക്കുമ്പോൾ കാമബുദ്ധിയോട് തിരി വരുന്നു. അപ്പോൾ എന്തായി? കശ്യപൻ്റെ അഗ്നിഹോത്ര കർമ്മം അവിടെ നിന്നു. അതാണ് കാമേന കർമ്മനാശസ്യ. ക്രോധേന ജ്ഞാനനാശനം. കോപം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജ്ഞാനം നശിച്ചു പോകും. സനകാദികൾ വലിയ മഹാത്മാക്കളാണ്. പക്ഷേ അവർ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ജയവിജയന്മാർ തടഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊന്നും ഞങ്ങളെ തടഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവരുടെ ജ്ഞാനം നശിച്ചു. വിഷ്ണുപാഷന്മാരെ ശപിച്ചു. അതാണ് കോപം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഇത് ലോഭേന ഭക്തിനാശസ്യ തസ്മാദേതത്രയം ത്യജേത്. ലോഭം കൊണ്ട് ഭക്തി നശിക്കുന്നു. ആർക്കാണ് ചോദിച്ചാൽ ജയവിജയന്മാർക്കാണ്. അവർക്ക് എന്താണ് ലോഭം? ഞങ്ങളുടെ സ്ഥലമാണ് വൈകുണ്ഠം, ഞങ്ങൾ പറഞ്ഞു വിട്ടാലേ കടത്തി വിട്ടാലേ എല്ലാവരും പോവുള്ളൂ. അങ്ങനെ ഒരു ലോഭം ഉണ്ടായതുകൊണ്ട് എന്തായി? ഭഗവാന്റെ തൊട്ടടുത്തിരുന്ന് അവർക്ക് പിന്നെ 3 ജന്മം ഭഗവാനെ പേറ്റി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ 3 വിഷയങ്ങൾ ജയിക്കണം എന്നാണ് 3ാമത്തെ സ്കന്ധത്തിൽ കാണിച്ചു തരുന്നു. അതിൽ ആദ്യം വരാഹ അവതാരവും പിന്നെ കപിലാവതാരവും വർണ്ണിക്കുന്നു. കാരണം വേദത്തിൽ പൂർവമീമാംസ ഉത്തരമീമാംസ വേദം 2ആയി വിരിച്ചു വച്ചിരിക്കുന്നു. പൂർവമീമാംസ പറഞ്ഞാൽ വേദത്തിൻ്റെ ആദ്യത്തെ ഭാഗം കർമ്മങ്ങളെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഭാഗമാണ് പൂർവമീമാംസ. ഉത്തരമീമാംസ പറയുന്നത് വേദാന്തം, ജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഉത്തരമീമാംസ. അപ്പോൾ ആദ്യം വരാഹാവതാരം പ്രചാരർത്ഥം ആദ്യം കർമ്മങ്ങളൊക്കെ ചെയ്ത് ചിത്തശുദ്ധിയെ നേടിയ ശേഷം പിന്നെ ജ്ഞാനത്തിൽ ചെല്ലും പോലെ അതിൻ്റെ ശരിയായ പിടി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് MA പഠിക്കുന്നു പറഞ്ഞാൽ നേരിട്ട് MA പഠിക്കാൻ പറ്റില്ല. ആദ്യം LKGയിൽ നിന്ന് തുടങ്ങണം. LKGയിൽ തുടങ്ങിയാലേ MA എത്താൻ പറ്റുള്ളൂ. ആദ്യം തന്നെ MA ക്ലാസ് പഠിപ്പിച്ചാൽ LKG കുട്ടിക്ക് എന്താവും? MA ക്ലാസ് പഠിക്കുന്ന ആളുകൾ തന്നെ ഇത് മനസ്സിലാവില്ല. പിന്നെ LKG കുട്ടിക്ക് MA ക്ലാസ് പഠിപ്പിച്ചാൽ എന്താണോ അതുപോലെ ആവും. ശരിയും മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് മുറുക്കിന് കഠിന സാധനം ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ എങ്ങനെയാണോ അതുപോലെ ആവും. അത് ദീർഘിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് ചിത്തശുദ്ധി നേടിയ ശേഷം ജ്ഞാനത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് വരാഹാവതാരം യജ്ഞവരാഹാവതാരം, കപിലാവതാരം ജ്ഞാനാവതാരം. അപ്പോൾ കർമ്മം ചെയ്ത ശേഷം ജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ അത് ശരിയായി നമുക്ക് അനുഭവത്തിൽ വരുള്ളൂ എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നു. വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു പറഞ്ഞപ്പോൾ ഹിരണ്യാക്ഷൻ എങ്ങനെ ഉണ്ടായി ചോദിക്കുന്നു. അതിന് കാരണം ഇവിടെ പറയുന്നു. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും. സന്ധ്യാസമയത്ത് കശ്യപ മഹർഷി അഗ്നിഹോത്രശാലയിൽ അഗ്നിയെ ഉപാസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിതി എന്ന പേരുള്ളവർ കാമബുദ്ധിയോട് അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സന്ധ്യാസമയത്തിൽ 4 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചത്വാരീമാനി കർമാണി സന്ധ്യായാം പരിവർജയേത്. ആഹാരം മൈഥുനം നിദ്രാം
സ്വാധ്യായം ച തഥൈവ ച. 4 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സന്ധ്യാസമയത്ത്. ആഹാരം, ഭക്ഷണം കഴിക്കാൻ പാടില്ല. നിദ്ര, ഉറങ്ങാൻ പാടില്ല. പണ്ടൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ ശരി പറയും. ഇപ്പോഴത്തെ കുട്ടികളോ ഇപ്പോൾ സന്ധ്യാസമയത്തിൽ ഉറങ്ങിയാൽ എന്താ കുഴപ്പം, ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം ചോദിക്കും. സന്ധ്യാസമയത്ത് രോഗപരമാണുക്കൾ കൂടുതൽ വർദ്ധിക്കുന്ന സമയമാണ്. ഇപ്പോൾ ജ്വരം ബാധിച്ച ഒരാൾക്ക് സന്ധ്യാസമയത്തിൽ അത് കൂടുതലാവും. സന്ധ്യാസമയത്ത് രോഗം കൂടുതൽ വർദ്ധിക്കും. ദുഷ്ടപരമാണുക്കൾ കൂടുതൽ ലോകത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ടാണ് സന്ധ്യാസമയത്തിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കണം പറയാൻ എന്താ കാരണം? ഈ രോഗപരമാണുക്കൾ, ദുഷ്ടപരമാണുക്കൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ മഹാലക്ഷ്മി വരുന്ന സമയം, അതുകൊണ്ടാണ് വാതിൽ തുറന്ന് വെച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. പിൻവശത്ത് കതവ് അടച്ചു വെക്കണം പറയാറുണ്ട്. എന്നാൽ പിൻവശത്ത് കതവ് കൂടി ജ്യേഷ്ഠ ഭഗവതി കയറി വരും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് പിൻവശത്ത് കതവ് അടയ്ക്കണം, മുൻവശത്ത് കതവ് തുറന്നു വയ്ക്കണം. ഇപ്പോഴൊക്കെ മാറിപ്പോയി. സന്ധ്യാസമയമായി ആദ്യം എന്ത് ചെയ്യണം? കൊതുക് തിരി കയറ്റി വെച്ച് കതവൊക്കെ അടച്ചോളൂ, കൊതുക് വരുന്ന സമയമായി എന്ന് പറയുന്നു. കൊതുക് ഇപ്പോൾ കൊതുക് വരാതിരിക്കാൻ വേണ്ടി അതിന് പ്രത്യേക നെറ്റ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഒരു കതവ് എനിക്ക് ഇടാം. കുറച്ച് നേരമെങ്കിലും സന്ധ്യാസമയത്ത് നമ്മൾ കതവ് തുറന്നു വയ്ക്കണം. മഹാലക്ഷ്മി വരുന്ന സമയം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. മാത്രമില്ല, മഹാദേവൻ വൃഷഭവാഹനത്തിൽ കയറി ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അപ്പോൾ സന്ധ്യാസമയത്ത് ആരൊക്കെ നാമം ജപിച്ചിരിക്കുന്നുവോ അവർ 2 കണ്ട് നോക്കി അനുഗ്രഹിക്കും. സന്ധ്യാസമയത്തിൽ നാമം ജപിക്കാതെ വിഡ്ഢിപ്പെട്ടി നോക്കുന്നവരെ 3ാമത്തെ തൃക്കണ്ണ് തുറന്ന് നോക്കും. അങ്ങനെ ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യമാണ്. ദേവഹ ത്രിഭിപ്പശ്യതി. വിഡ്ഢിപ്പെട്ടിയിൽ നല്ല സാധനമൊക്കെ വരുന്നുണ്ട്. സന്ധ്യ സഹസ്രനാമങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ വരുന്നതുണ്ട്. അങ്ങനെ നല്ല ചാനൽ നോക്കിയാൽ കുഴപ്പമില്ല. വേണ്ടാത്ത സീരിയലൊക്കെ നോക്കുമ്പോഴാണ് മഹാദേവർക്ക് 3ാമത്തെ തൃക്കണ്ണ് തുറക്കേണ്ടി വരും. ദേവഹ ത്രിഭിപ്പശ്യതി ദേവനസ്തേ. അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. സന്ധ്യാസമയത്ത് ഉറങ്ങാനും പാടില്ല. ഉറങ്ങിയാൽ എന്താവും? ഉറങ്ങുന്നത് എന്തിനാ? ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷാവും. സന്ധ്യാസമയത്തിൽ ഉറങ്ങുന്നവർക്ക് ഫ്രഷ്നെസ് കിട്ടില്ലേ, വീണ്ടും വീണ്ടും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. സന്ധ്യാസമയത്തിൽ ഉറങ്ങാൻ പാടില്ല. ആഹാരം, മൈഥുനം, അതേപോലെ സ്ത്രീകളോട് ചേർന്നിരിക്കാൻ പാടില്ല. അതുകൊണ്ട് സന്ധ്യാസമയത്ത് അടുത്തുള്ള അമ്പലത്തിലേക്ക് ചെല്ലണം എന്ന് പറയുന്നുണ്ട്. അമ്പലത്തിൽ ചെല്ലാതെ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ ഹിരണ്യാക്ഷൻ ഹിരണ്യേശു ജനിക്കാൻ ഇടയാവും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്തിൽ വീട്ടിൽ ദമ്പതിമാർ ഇരിക്കാൻ പാടില്ല. അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴണം. കാരണം ആ സമയത്ത് അവർ മൈഥുനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താകും? തീവ്രവാദികളാണ് ജനിക്കും. അപ്പോൾ അങ്ങനെ ഭീകരന്മാരെ ജനിപ്പിക്കാതെ നമ്മൾ നോക്കണം. ആഹാരം, മൈഥുനം, നിദ്ര. പിന്നെ ഇവിടെ പറയുന്നു സ്വാധ്യായം ച. വേദം പോലും ചൊല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? സന്ധ്യാസമയത്ത് വേദം ചൊല്ലിയാൽ എന്താ കുഴപ്പം? കാരണം സന്ധ്യാസമയത്തിൽ നാമത്തിനാണ് കൂടുതൽ മുഖ്യത്വം. അതുകൊണ്ടാണ് പാഠശാലയിൽ, ഞങ്ങൾ വേദം പഠിക്കുന്ന പാഠശാലയിൽ പോലും ഗുരുനാഥൻ പറയും സന്ധ്യാസമയമായി വേദപാരായണം നിർത്തിക്കോളൂ, സഹസ്രനാമം ജപിക്കൂ, നാമം ജപിക്കൂ പറയും. രുദ്രം മാത്രം ജപിക്കാം. കാരണം രുദ്രൻ പ്രദോഷ സമയത്തിൽ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രുദ്രം ഭഗവാന്റെ 300 നാമങ്ങളാണ്. നമോ ഹിരണ്യഭാഗവേശേ നാന്യേ ദിശാഞ്ചപതയേ നമഃ എന്ന് തുടങ്ങി. ഇപ്പോൾ സന്ധ്യാകാലത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കശ്യപൻ ഉപദേശിച്ചിട്ടും ദിതി എന്ത് ചെയ്തു? അടുത്ത് കാമബുദ്ധിയോട് വന്നപ്പോൾ ശാപം കൊടുത്തു, നിനക്ക് അസുരന്മാർ കുട്ടികളായി ജനിക്കട്ടെ. പിന്നെ ദിതി മാപ്പ് ചോദിച്ചപ്പോഴാണ് നിൻ്റെ കുട്ടികൾ ദുഷ്ടന്മാരായാലും നിൻ്റെ പേരക്കുട്ടി നല്ല ഭാഗവതനായി ജനിക്കും അനുഗ്രഹം കൊടുത്തു. പിന്നെ ദിതി ഗർഭം ധരിച്ചു. ഈ ഗർഭത്തിൽ നിന്നും ഒരു വെളിച്ചം, ഒരു തേജസ് ഉണ്ടായി. വെളിച്ചം കുറച്ചുണ്ടെങ്കിലേ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വെളിച്ചം വന്നാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഡീം ചെയ്യണം പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരാൾ ചെയ്യുന്നില്ല. കാരണം കൂടുതൽ വെളിച്ചം വരുമ്പോൾ അത് എന്താണ് കാണാൻ പോലും സാധിക്കാതാവും. അങ്ങനെയാണ് ദിതിഗർഭത്തിൽ നിന്നും കൂടുതൽ ഒരു തേജസ് വന്നപ്പോൾ ദേവന്മാർക്ക് പേടിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു, ഇത് എന്താ ദിതിഗർഭത്തിൽ ഇത്ര വെളിച്ചം വരണുണ്ടല്ലോ, എന്താണ് ഈ തേജസ്സിൻ്റെ കാരണം? അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, ഇത് സാധാരണ തേജസ്സിലെ വിഷ്ണുപാഠന്മാരുടെ തേജസ്സാണ്. മാനസാമേസുത യുഷ്മത്പൂർവജാസനകാര്യ ചേരുവിഹായസാ ലോകാൻ ലോകേഷു വിഗതസ്പൃഗാഃ. പണ്ട് സനകാദി യോഗീശ്വരന്മാർ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു.
ചെല്ലുന്ന സമയത്ത് നാമം ജപിച്ച് ചെല്ലുന്നു. ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ 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 ശ്രീഹരി ശരണം മമ ശ്രീഹരി ശരണം മമ. അങ്ങനെ നാമം ജപിച്ച് സനകാദികൾ വൈകുണ്ഠത്തിൽ നിൽക്കുമ്പോൾ അവിടെ 7 വാതിലാണ്. സപ്തപ്രാകാര മധ്യേ 7 ഗോപുരം. ഓരോ ഗോപുരത്തിലും ഈ 2 പാർഷദന്മാർ നിൽക്കുന്നു. ചണ്ഡൻ പ്രചണ്ഡൻ ബലൻ പ്ലവൽ പ്രബലൻ നന്ദൻ സുനന്ദൻ കുമുദൻ കുമുദാക്ഷൻ പുഷ്പദന്തൻ സാക്തൻ ജയന്തൻ ശ്രുതദേവൻ. ഇങ്ങനെ 6 വാതിലും കടന്ന് 7ാമത്തെ വാതിലാണ് ജയൻ വിജയൻ. അവരെ കടന്നാൽ ഭഗവാനെ കാണാമെന്ന് സന്തോഷത്തോട് ചെല്ലുന്ന സമയത്താണ് അവർ തടഞ്ഞു നിർത്തി. യുവാം വാസം ഇവിടെ പറഞ്ഞു. വേത്രേണ ച സ്ഖലേതാമദർഗണാം സ്തോ തേജോ വിരസ്യ ഭഗവത് പ്രതികൂലശീലവും. സുവർണദണ്ഡം കൊണ്ടൊന്ന് തടഞ്ഞു നിർത്തി. അപ്പോൾ സനകാദികൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവിടെ പറയുന്ന ശുകാചാര്യൻ അതദർഹണാം സ്തവു. അതദർഹണം ഇങ്ങനെയുള്ള മഹാത്മാക്കളെ വേണ്ട വിധത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കേണ്ട സമയമാണ്. പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കേണ്ടവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയല്ലോ. പിന്നെ ചില ദിക്കിൽ ശുകാചാര്യൻ സ്വയം പറയാറുണ്ട്. അതദർഹണ പ്രസവമവാഹ ശിബികാംസ മഹാനുഭാവ. ജഡഭരതൻ്റെ തോലിൽ പല്ലക്ക് ചുമക്കാൻ പറഞ്ഞപ്പോൾ അവിടെ പറയുന്നു അതദർഹണ. ഇങ്ങനെ ശരിക്കും ഈ ജഡഭരതൻ്റെ പല്ലക്കിൽ കയറ്റി ഈ രാജാവാണ് ചുമന്ന് ചെല്ലേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ശുകാചാര്യൻ പറയും അതദർഹണ. ഇവിടെയും അതേപോലെ പറഞ്ഞു അതദർഹണാംസ്തവൂ. പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കേണ്ടവരെ സുവർണ വടി കൊണ്ട് തടഞ്ഞു നിർത്തിയല്ലോ എന്ന് ശുകാചാര്യൻ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 3 ജന്മം അസുരമായി ജനിക്കാൻ ഇടയാവട്ടെ എന്ന് ശാപം കൊടുത്തു. പിന്നെ കിട്ടിയപ്പോൾ തോന്നേണ്ടെന്ന് തോന്നി. പിന്നെ അവർ നമസ്കരിച്ചു, ഞങ്ങളുടെ അപരാധം ക്ഷമിക്കണേ. പിന്നെ അവർ ആലോചിച്ചു നമ്മുടെ പേരിൽ തെറ്റുണ്ടല്ലോ. ക്ഷേത്രം തൊഴണമെങ്കിൽ അതിൻ്റെ പ്രത്യേക വിധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശിവക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ വിധി. ഏത് ക്ഷേത്രമായാലും ആദ്യം സുവർണ ധ്വജസ്തംഭമുണ്ടല്ലോ, ആ ധ്വജസ്തംഭത്തിന് മുമ്പിൽ വീണ് നമസ്കരിക്കണം. പിന്നെ ബലിപീഠം അവിടെ ഉണ്ടാകും. അവിടെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ബലിയായി സമർപ്പിച്ചിട്ട് പിന്നെ ഭഗവാനെ തൊഴുതു വരുന്ന ഭക്തന്മാർ ഒന്ന് അഞ്ജലി ചെയ്ത് പിന്നെ ഒരു ക്ഷേത്രം പറയുമ്പോൾ അതിൽ ജീവനക്കാർക്ക് ഉണ്ടാവും. മാല കെട്ടുന്നവർ, കൊട്ടുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ കഴക്കാരൊക്കെ തൊഴുതിട്ട് പിന്നെ ഭഗവാന്റെ മുന്നിൽ അടുത്ത് 2 പാഠകന്മാർ നിൽക്കും. ഒരു കാല് ഇങ്ങനെ വെച്ച് അടുത്ത കാൽ മാറ്റി വെച്ച് ഇങ്ങനെ കാണിച്ചിരിക്കും. എന്താ കാരണം? ഓരോരാളായിട്ട് വന്ന് തൊഴുതോളൂ. ക്ഷേത്രത്തിൽ പല ദേവന്മാരെ കണ്ടാലും എല്ലാവരുടെ ചൈതന്യം കൊണ്ട് തന്നെയാണ്. ഇത് ശരിക്കും ആഹ്വാന മുദ്രയാണ്. പക്ഷേ കാണുമ്പോൾ ഒന്നെന്ന് കാണിക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ നിങ്ങൾ വേറെ ആളുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല, ആ ഭഗവാന്റെ കാല് പിടിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് അവർ ഉപദേശിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പറഞ്ഞപ്പോൾ അവിടെ മേൽശാന്തി പറയും ഒന്നുകൂടി ചേർത്തോളൂ പറഞ്ഞു. ഓരോരുത്തർക്ക് തട്ടത്തിൽ 1 രൂപ ഇടുന്നു, പിന്നെ പ്രസാദം മേടിക്കും പറഞ്ഞോളൂ. പിന്നെ അതും കൂടി ചേർത്തു. അപ്പോൾ വെറുതെ പ്രസാദം മേടിക്കാൻ പാടില്ല, എന്തെങ്കിലും ഒരു കാണിക്കാൻ സമർപ്പിച്ചിട്ട് പ്രസാദം മേടിക്കണം. അങ്ങനെ അവിടെ കാണിച്ചിരിക്കണം. ആ ദ്വാരപാലകന്മാരെ തൊഴുതിട്ട് പിന്നെ ദേവനെ തൊഴണം. നമ്മൾ ദ്വാരപാലകന്മാർക്കല്ലേ ശമിച്ചല്ലോ വിചാരിച്ച് ജയവിജയന്മാരെ അങ്ങോട്ട് നമസ്കരിച്ചു സനകാദികൾ ഞങ്ങളുടെ അപരാധം ക്ഷമിക്കണേ. പിന്നെ പരസ്പരം നമസ്കരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മധ്യയിൽ ഭഗവാൻ വിനതാ സുതാംസേ വിന്യസ്തഹസ്തം മിതരേന ധുനാണമബ്ജം അന്വേഷണീയ ചരണോ ചലയൻ സഹസ്രീ. ഭഗവാൻ അവരുടെ മധ്യയിൽ ആവിർഭവിച്ചു പറഞ്ഞാൽ നടന്നു വന്നു എന്നാണ് പറയും. ശരിക്കും വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ പെട്ടെന്ന് അവിടെ പറഞ്ഞ് ഇവിടെ ആവിർഭവിക്കേണ്ട ആവണം. മനുഷ്യനായി ജനിച്ച കൃഷ്ണൻ
പതുക്കെ നടന്നു വരണം. ഇവിടെ മാറ്റിയാണ് പറയുന്നത്. ഗോപികമാർ പാടുന്ന സമയത്ത് താസാം ആവിരഭൂച്ചൗരിഹി, പെട്ടെന്ന് ഭഗവാൻ ആവിർഭവിച്ചു പറയുന്നു. ഇവിടെ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ പെട്ടെന്ന് ആവിർഭവിക്കാതെ പതുക്കെ നടന്നു വന്നു. ചലയൻ. പിന്നെ ഗുരുനാഥൻ പറയും അവിടെ ഭഗവാനെ കുറിച്ച് പാടുന്നത് കൊണ്ടാണ് ഭഗവാൻ പെട്ടെന്ന് ആവിർഭവിച്ചു. ഇവിടെ പാടുന്ന ശണ്ഠയാണ് അത് പതുക്കെ വന്നാൽ മതി എന്ന് ഭഗവാൻ പതുക്കെ നടന്നു വന്നു. അങ്ങനെ നടന്നു വന്ന് ഭഗവാൻ സഹകാരികളോട് പറഞ്ഞു, ശാപോ മയൈവ നിമിത്ത, എൻ്റെ സങ്കല്പമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കോപം ഉണ്ടാവാൻ കാരണം. ഭഗവത യുത്സ സമജനി എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഭഗവാനുക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഭഗവാൻ യുദ്ധം ചെയ്യണമെങ്കിൽ ജയവിജയന്മാരോട് ഒരു യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഒരാളെ തരണം എനിക്ക് തോന്നുന്നു. അപ്പോൾ തള്ളിക്കോളൂ അങ്ങനെ അവർ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന ആളെ തള്ളിയിട്ട് കാര്യമില്ലേ, തള്ളുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയാൽ യുദ്ധം ചെയ്യാൻ ഒരു കൗതുകം തോന്നുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തോന്നാൻ എന്താ കാരണം? ഭഗവാൻക്ക് ലീലകൾ ആടാനാണ് താത്പര്യം. അപ്പോൾ ഇവർക്ക് ഒരു ശാപം കൊണ്ട് ഭൂമിയിൽ അസുരനായി ജനിപ്പിച്ച് ഭഗവാനും അവതാരം ചെയ്താൽ ഭഗവാന്റെ അവതാര കഥകളിൽ എല്ലാ രസവും നവരസം വേണ്ടേ? ഒരു കഥ പറയുമ്പോൾ ആ നാവൽ പഠിക്കുന്ന ആൾക്ക് ഇടയ്ക്ക് കാതൽ, നല്ല ഒരു മാധുര്യം വേണം, അതേപോലെ ഒരു യുദ്ധം വേണം. ഇങ്ങനെ നവരസഭരിതമായാലേ കഥ നന്നാവുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കഥയിൽ നവരസത്തിൽ വീരരസം വേണ്ടേ? അതിനു വേണ്ടിയാണ് ഈ ജയവിജയന്മാർ സനകാദികൾ മൂലം സമീപിച്ചു. ഭഗവാൻ, നിങ്ങൾ രണ്ടുപേരും 3 ജന്മം അസുരന്മാരായി ജനിച്ചോളൂ, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ 4 അവതാരം ചെയ്തേക്കാം ഭഗവാൻ പറഞ്ഞ് സനകാദികളെയും ജയവിജയന്മാരെയും സമാധാനം ചെയ്തു. ആ ജയവിജയന്മാരാണ് ഇപ്പോൾ ദിതിഗർഭത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ നോക്കിക്കോളും. ഇവിടെ പറയുന്നു ബ്രഹ്മാവ് ഇവിടെ പറയുന്നു ക്ഷേമം വിധാസ്ഥിതി സനോ ഭഗവാൻ സതീശ തത്ര അസ്മദീയ വിവശേന കിയാനിഹാർത്ഥ. എന്തായാലും നമ്മൾ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. ഭഗവാൻ എന്ത് വിചാരിച്ചു അത് നടക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.